Hi friends, welcome back to my channel. ഇന്ന് നമുക്ക് ഓവൻ ഇല്ലാതെ എങ്ങനെയാണ് മഗ് കേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ചോക്ലേറ്റ് ഫ്ലേവറിലുള്ളതും വാനില ഫ്ലേവറിലുള്ളതും ചെയ്ത് കാണിക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചോക്ലേറ്റ് മഗ് കേക്ക് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഹീറ്റ് പ്രൂഫ് ആയിട്ടുള്ള ഒരു മഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ പൊടികളെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടാണുള്ളതെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഡാർക്ക് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മഗ് കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ വാനില മഗ് കേക്കിൻ്റെയും ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം, 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കണം, 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് സ്പ്രിങ്കിൾസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സ്പ്രിങ്കിൾസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ വാനില മഗ് കേക്കിൻ്റെ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 മഗ്ഗും ഒന്ന് കവർ ചെയ്തെടുക്കണം. ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലല്ല, സ്റ്റീം ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ വെള്ളം ഉള്ളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ ഉള്ളിലായിട്ടൊരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റാൻഡിന് മുകളിൽ ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് വെച്ചിട്ടുള്ളത്. ഏതെങ്കിലും പ്ലേറ്റ് വെച്ചാലും മതി. അതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മഗ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 20 തൊട്ട് 25 മിനിറ്റ് വരെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. മീഡിയം ഹൈ ഹീറ്റിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. വെള്ളം കുറഞ്ഞു പോകുന്നതെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കേക്ക് നന്നായിട്ട് റെഡിയായി വരുന്നവരെ ഇതിനെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു സ്ക്യൂർ വെച്ചോ ടൂത്ത് പിക്ക് വെച്ചോ ഒന്ന് കുത്തി നോക്കിയാൽ മതിയാകും. കംപ്ലീറ്റ് ആയിട്ട് അത് ക്ലീൻ ആയിട്ടാണ് പുറത്ത് വരുന്നതെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് ഇരുന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ കുറച്ച് സ്പ്രിങ്കിൾസും കൂടെ അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇതിന് മുകളിൽ ക്രീം പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടും സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.